ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതിന് ഡെസേർട്ടായിട്ടോ ഒരു സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. വൈറൽ ബ്രെഡ് ടോസ്റ്റ് നമുക്ക് മാങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് മാങ്ങ വേണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1/4 കപ്പ് മാങ്ങ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം. ഇനി മധുരത്തിനായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാകത്തിനുള്ള മധുരമേ ഉള്ളൂ. നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 കപ്പിനടുത്ത് വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടൊന്ന് മെൽറ്റാക്കാം ആദ്യം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് 3 പീസ് ബ്രെഡ് ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബട്ടറിൽ നന്നായിട്ടൊന്ന് ടോസ്റ്റായിട്ട് വരണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിവശം ഒന്ന് ടോസ്റ്റായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡ് കൂടി ഒന്ന് ടോസ്റ്റാക്കി എടുക്കണം. ഒന്ന് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലും പാനിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പാലും ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. പാല് കുറേയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡ് കൂടി നന്നായിട്ടൊന്ന് പാലൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കുറച്ച് പാല് കൂടി ഞാൻ ഇതിൻ്റെ മുകളിലൂടെ ബ്രെഡിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ബ്രെഡിൻ്റെ 2 സൈഡിലും പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് മറിച്ചിടുന്നുണ്ട്. 2 സൈഡിലും പാലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ച് നിൽക്കുന്ന, പാല് മുഴുവനായിട്ട് വറ്റിയിട്ട് ബ്രെഡിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിലാവണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ബാക്കിയുള്ള പാലൊക്കെ ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ബ്രെഡിൽ പൊതിഞ്ഞിരിക്കുന്ന പരുവമായാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാംഗോ സോസ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ കൂടി വേണം. അപ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ മാങ്ങ ഇതിന് മുകളിലൂടെ ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഗാർണിഷിംഗ് ഒക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിന് മുകളിലൂടെ ഞാൻ കുറച്ച് പിസ്ത കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.